ആരോഗ്യവകുപ്പിന് കപ്പിത്താനില്ലാത്ത അവസ്ഥയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കപ്പിത്താനില്ലാത്ത ആരോഗ്യവകുപ്പ് പകുതി മുങ്ങി. ആരോഗ്യവകുപ്പ് എന്ന കപ്പലിന് കപ്പിത്താനില്ല. കപ്പൽ പകുതി മുങ്ങിയെന്നും മുരളീധരൻ വിമർശിച്ചു. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ചത് ചക്ക വീണിട്ടല്ല. കേന്ദ്രം നൽകുന്ന പണം പോലും ചിലവഴിക്കാൻ കഴിയാത്ത ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമെന്നും മുരളീധരൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സംഭവം സർക്കാരിന്റെ പ്രചാരവേലയുടെ ഇരയായിട്ടാണ് ഒരു ജീവൻ പൊലിഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിന് ശേഷം അത് ഉപേക്ഷിച്ച കെട്ടിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനമടക്കം ആരംഭിക്കാൻ വൈകിയ സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിലെ 2 മന്ത്രിമാരുൾപ്പെടെ നേരിട്ടാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കോട്ടയത്ത് അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ നേരിട്ട് ചുമതലയിലുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ഒരു മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ, ആ കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ, ആ ജില്ലാ കലക്ടർക്ക് സംഭവ സ്ഥലത്തെത്താൻ പോലും എത്ര താമസമുണ്ടായി എന്ന് നമ്മളെല്ലാവരും ഇന്നലെ അറിഞ്ഞതാണ്.